രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി ബി.ജെ.പിയുടെ ഫോർമുലയാകെ മാറിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരെ പരാജയപ്പെടുത്താൻ ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ടത്രേ. രാജീവ് ചന്ദ്രശേഖരന്റെയും ടീമിന്റെയും പുതിയ നിലപാടാണ്. ഇതിന് RSSന്റെ കൂടെ പിന്തുണയുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒന്ന് കെ മുരളീധരനാണ്. കെ മുരളീധരനാണ് RSSന്റെയും ബി.ജെ.പിയുടെയും ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി. എന്താണ് അതിന് കാരണമെന്നല്ലേ? നേമം ആദ്യമായി സംസ്ഥാനത്ത് താമര വിരിഞ്ഞ മണ്ഡലമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിലൂടെ ബി.ജെ.പിക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞ മണ്ഡലം. എന്നാൽ 2021 കെ മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസായ ക്രൗഡ് പുള്ളർ നേമത്ത് മത്സരിക്കാൻ എത്തിയതോടുകൂടി കഥ മാറി. മുരളീധരന് ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ബി.ജെ.പിയും RSSും അവരുടെ ഏറ്റവും താര സ്ഥാനാർത്ഥിയായി കണ്ടിരുന്ന കുമ്മനം രാജശേഖരന് നേമത്ത് പരാജയം രുചിക്കേണ്ടി വന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് മുരളീധരനോട് RSSനും ബി.ജെ.പിക്കുമുള്ള കലിപ്പ്. ഇനി മുരളീധരനെ നിയമസഭയും ലോക്സഭയും കാണിക്കേണ്ട എന്നാണ് RSSന്റെയും ബി.ജെ.പിയുടെയും തീരുമാനം. മറ്റൊരാൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു. അതുതന്നെയാണ് കാരണം. സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ വി.ഡി. സതീശനെ ഇനി പറവൂരിൽ നിന്നും നിയമസഭ കാണിക്കരുതെന്നാണ് ബി.ജെ.പിയുടെയും RSSന്റെയും തീരുമാനം. എന്തായാലും ഇങ്ങനെ പട്ടിക നീളുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആളുകളെ നിയമസഭ കാണിക്കരുതെന്ന് RSSും ബി.ജെ.പിയും തീരുമാനിച്ചാൽ കേരളത്തിൽ അത് നടപ്പാകാൻ പോകുന്നില്ല. കാരണം അതിനു മാത്രമുള്ള ത്രാണിയൊന്നും നിലവിൽ RSSനും ബി.ജെ.പിക്കും കേരളത്തിലില്ല. ഏത് മണ്ഡലത്തിലാണ് തികച്ച് 10,000 വോട്ട് ബി.ജെ.പിക്കുള്ളതെന്ന് ചോദിച്ചാൽ ബി.ജെ.പിക്കാരന് പോലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയില്ല. ചില സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിപരമായ ലഭിച്ച വോട്ടാണ് എടുത്തു കാണിക്കാനുള്ളതെങ്കിൽ, മഴക്കാലത്ത് മണ്ണിര തടിച്ചു കൊടുത്തെങ്കിൽ മൂർഖൻ പാമ്പിന്റെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കാനുള്ള കരുത്തൊന്നും മണ്ണിരക്കില്ലെന്ന് മണ്ണിര സ്വയം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കേരളമാണിത്. ബീഹാറോ മഹാരാഷ്ട്രയോ മധ്യപ്രദേശോ അല്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തിങ്ങിത്താമസിക്കുന്ന നാടാണ്. അതുകൊണ്ട് ബി.ജെ.പിയുടെ 4-കിട നമ്പറൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. സംഘപരിവാറിനെയും RSSനെയും വിമർശിക്കുന്ന ഇടതു വലതു നേതാക്കന്മാരെ അങ്ങ് പരാജയപ്പെടുത്തി തങ്ങൾക്ക് ഇവിടെ 2036 41 ഭരിക്കാമെന്ന മോഹം RSSനുണ്ടെങ്കിൽ ആ മോഹം വെറും ഒരു വ്യാമോഹം മാത്രമായി അവശേഷിക്കും. കാരണം കേരളം മതേതരത്വത്തിന്റെ നാടാണ്. കേരളം മതമൈത്രിയുടെ നാടാണ്. ആ മതേതരത്വത്തിന്റെയും മതമൈത്രിയുടെയും നാട്ടിൽ ഹൈന്ദവ വർഗീയതയുടെ വിത്തുപാകിക്കൊണ്ട് ഇവിടെ RSSന് താമര വിരിയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല. RSS ഇങ്ങനെ ഒരുപാട് ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി പല നേതാക്കന്മാരെയും പരാജയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ മാസം മുതൽ അമിത്ഷാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എല്ലാ മാസവും കേരളത്തിലെത്തി കാര്യങ്ങൾ നിയന്ത്രിക്കുമെന്നാണ്. അമിത്ഷായല്ല, നരേന്ദ്രമോദി തന്നെ കേരളത്തിലെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചാലും കേരള നിയമസഭയിൽ 2026 ഒരു നേട്ടവും ഉണ്ടാക്കാൻ RSSന് കഴിയില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് RSS എന്താണെന്നും ബി.ജെ.പി. എന്താണെന്നും വളരെ കൃത്യമായി അറിയാം. അവരെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് രാഷ്ട്രീയ ക്ലാസ് എടുത്ത് നൽകേണ്ട ആവശ്യമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ പുതിയ ടീമും എന്ത് പരീക്ഷണം നടത്തിയാലും കേരളത്തിന്റെ ഇൻക്യുബേറ്ററിൽ വെച്ച് താമര വിരിയിക്കാമെന്ന് കരുതണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്റെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. കെ സുരേന്ദ്രനും MT രമേശ് അടക്കമുള്ള നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ പോക്കിൽ വലിയ അതൃപ്തരാണ്. അവരുടെ അതൃപ്തി പറഞ്ഞു തീർത്ത അവരെ കൂടി ഉൾപ്പെടുത്തി അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കൈവശമുള്ള പാലക്കാടും പന്തളം നഗരസഭയിലും 2 സീറ്റ് ലഭിക്കുമോ എന്ന് നോക്ക്. എന്തായാലും ഈ 2 നഗരസഭയിലും ഭരണം പോകുമെന്നാണ് ബി.ജെ.പിക്കാർ തന്നെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആ നഗരസഭയിലെ ഭരണം പോയിട്ട് 2 സീറ്റ് ലഭിക്കാനുള്ള പ്രവർത്തനം ആദ്യം ആവിഷ്കരിക്കുക. ആരൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ടീം എന്നല്ലേ? ഒന്ന് ഷോൺ ജോർജ്, മറ്റൊന്ന് അനൂപ് ആന്റണി, മറ്റൊന്ന് സുരേഷ്. ഈ ത്രയങ്ങൾ അനൂപ് ആന്റണിയും സുരേഷും
അതോടൊപ്പം തന്നെ ഷോൺ ജോർജും ചേർന്ന് രാജീവ് ചന്ദ്രശേഖരന് ബുദ്ധി ഉപയോഗിച്ചു കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസും എന്താണെന്ന് വളരെ കൃത്യമായി അറിയാം. രാഷ്ട്രീയ കേരളത്തിന്റെ പൾസറിയാത്ത രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അത് വെറും പകൽക്കിനാവുകളായി മാത്രം അവശേഷിപ്പിക്കുമെന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും.